നമ്മുടെ വീടകങ്ങളിൽ സ്നേഹമുണ്ടാകണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, സ്നേഹമുള്ള ഒരു വീട്ടിൽ എങ്ങനെയാണ് ലഹരിയുമായി ഒരു മകൻ കടന്നു വരിക? ഉപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹമുണ്ടെങ്കിൽ, വീട്ടിൽ കളിച്ചിരികളുണ്ടെങ്കിൽ, ആ വീട്ടിലേക്ക് എങ്ങനെയാണ് ലഹരിയുമായി മകന് കടന്നു വരാൻ കഴിയുക? ആ വീട്ടിൽ എങ്ങനെയാണ് അവിഹിതങ്ങൾ ഉണ്ടാവുക? അടിസ്ഥാനം എന്നുള്ളത് നമ്മുടെ വീട്ടിൽ സ്നേഹം നഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കൂ, എത്ര മനോഹരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ഓട്ടമത്സരം നടത്തിയ ചരിത്രത്തിൽ കാണാം. ലോകത്തിന്റെ നേതാവ് നമ്മുടെ ഉമ്മയുമായി ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ഓട്ടമത്സരം നടത്തുന്നു. നിശയുടെ നിശബ്ദതയിൽ തന്റെ പ്രിയപ്പെട്ട സഫിയ റളിയല്ലാഹു തആല അൻഹയുമായി സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയെ ചരിത്രത്തിൽ കാണാം. കുടുംബത്തിന് സമയം നൽകി. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമയക്രമീകരണങ്ങൾ നോക്കൂ. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പ്രവാചകൻ സൂര്യൻ ഉദിക്കുന്നതുവരെ ദിക്റുകളിൽ മുഴുകും. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ കുടുംബത്തോട് സംസാരിക്കും. അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തോട് സംസാരിക്കും. ഇശായിന് ശേഷം അന്ന് ആരുടെ വീട്ടിലാണോ അല്ലാഹുവിന്റെ റസൂൽ, ആ വീട്ടിലേക്ക് കുടുംബത്തെ വിളിച്ച് കുടുംബത്തോടൊന്നിച്ച് സംസാരിക്കും. കുടുംബത്തിന് സമയം നൽകി, അവരെ കേട്ടു, അവരെ അറിഞ്ഞു. ഇന്ന് പലപ്പോഴും നമ്മൾ മൊബൈലിലാണ്, ഭാര്യ മൊബൈലിലാണ്, ഭർത്താവ് മൊബൈലിലാണ്. മകന്റെ കഥകൾ കേൾക്കാൻ, മകളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഉപ്പാക്ക് സമയമില്ല, ഉമ്മാക്ക് സമയമില്ല. ഒന്ന് കുടുംബം ഒന്നിച്ചിരുന്നു കൊണ്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് സമയമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ മക്കളെ കുറിച്ച് ആശങ്കപ്പെടുന്നത്?